ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കന്യാകുമാരിയിലേക്കാണ് കേട്ടോ. 3 പേരും കൂടിയാണ് പോണത്. അപ്പോൾ പോകുമ്പോഴുള്ളൊരു കാഴ്ചയാണ്, ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ അതാ റോഡ് സൈഡിൽ തന്നെ ഇതാണ്ടോ വെള്ള പുല്ലാണ് കേട്ടോ, തൂവല് പോലെയുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ സ്വത്തൂന് അത് വേണമെന്ന് തന്നെ ആഗ്രഹമല്ല, ഒരു വാശി. അപ്പോൾ വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ട് പെസായിട്ടും പോയിട്ട് ഈ പുല്ലൊക്കെ പറിച്ചെടുത്തു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് കൊഴിഞ്ഞൊക്കെ പോവും. എങ്കിലും ഇതാ സ്വത്തൂന് വേണമെന്ന് പറഞ്ഞപ്പോൾ പോകുന്ന വഴിക്ക് ഇത് പറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു 5-6 പുല്ലൊക്കെ പറിച്ചെടുത്തു. തോട്ടം തന്നെ പറിച്ചെടുക്കുന്ന മതി. തൂവലാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? അങ്ങനെ പുൽച്ചെടിയൊക്കെ എടുത്തിട്ട് ഇതാ വണ്ടി കയറിയിരുന്നു കേട്ടോ. അങ്ങനെ കന്യാകുമാരി എത്തിയ ഉടനെ സ്വത്തൂന് ഒരു തൊപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. നല്ല വെയിലായിരുന്നേ. പിന്നെ ഇതാ ക്ഷേത്രത്തിലൊക്കെ തൊഴാൻ വേണ്ടി പറ്റി. പിന്നെ ഞങ്ങൾ 3 പേരും ഓരോ കരിക്കൊക്കെ കുടിച്ചു കേട്ടോ. ഞങ്ങൾ ക്ഷേത്രത്തിൽ കയറിയപ്പോഴേക്കും പിന്നെ 2-3 പേര് കയറിയപ്പോഴേക്കും അമ്പലനട അടച്ചു കേട്ടോ. എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് കയറി തൊഴാനൊക്കെ പറ്റി. ഭാഗ്യം തന്നെയായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് തൊഴാൻ വേണ്ടി പറ്റിയത്. ഞങ്ങൾ തിരുവനന്തപുരം താമസിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമൊക്കെ കഴിഞ്ഞ്, എങ്കിലും ഇതുവരെ കന്യാകുമാരിയിലോട്ട് പോയിട്ടില്ല. വിവേകാനന്ദ പാറ കാണാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഞാനൊരിക്കൽ ടൂർ വന്നിട്ടുണ്ട്. ഇവിടെ പഠിക്കുന്ന സമയത്ത് ഡിഗ്രിയിലാണെന്ന് തോന്നണു. അപ്പോൾ ടൂർ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു പ്രാവശ്യം വന്നു. സ്വത്തും ബസാറിന് ആദ്യമായിട്ടാണ് ഇവിടോട്ട് വരണത്. അങ്ങനെ തൊഴുത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിവേകാനന്ദ പാറ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് സ്വത്തൂന് ഈ വെള്ളം കണ്ടപ്പോഴും ബോട്ട് കണ്ടപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നേ. സ്വത്തൂനാണെങ്കിൽ വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ തൊട്ടടുത്തുള്ള ശംഖുമുഖം പോകുമ്പോഴൊക്കെ അവൻ കുറേ സമയം വെള്ളത്തിൽ കളിക്കാറുണ്ട്. അപ്പോഴേക്കാണ് സ്വത്തൂന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഐസ്ക്രീമൊക്കെ നോക്കിയിട്ട് അപ്പുറത്തൊരു വണ്ടി നിൽക്കുന്നുണ്ട്. വിവേകാനന്ദ പാറയിലോട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല, അവിടെ ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. തൊട്ടടുത്ത് തന്നെ തിരുവള്ളൂർ സ്റ്റാച്ചു ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അടുത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സമയം വൈകിയത് കൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ ക്ലോസ് ചെയ്തിരുന്നേ. പിന്നെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ നടന്നു. നീണ്ടു നിവർന്ന് കിടക്കുന്ന കടൽ കാണാൻ എന്തൊരു ഭംഗിയാണ്. അങ്ങനെ സ്വത്തൂന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നതാണ്. അപ്പോൾ 2 ഐസ്ക്രീം വാങ്ങിച്ചു. സ്വത്തൂനൊരു മാംഗോൻ്റേതാണ് വാങ്ങിച്ചത്, എനിക്കും ഒന്ന് വാങ്ങിച്ചു. അങ്ങനെ സ്വത്തൂൻ്റെ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റായിരുന്നു. ഇവിടെ ഐസ്ക്രീം ഒന്നും കഴിക്കാൻ പറ്റിയില്ല സ്വത്തൂന്. അതെല്ലാം ഡ്രസ്സിലൂടെ അങ്ങ് പോയിട്ട് നിറയെ മഞ്ഞ കളറായിട്ട് അങ്ങോട്ട് വന്നു. പിന്നെ പാതി വെച്ച് സ്വത്ത് ഐസ്ക്രീം കളഞ്ഞു കേട്ടോ. ഐസ് അങ്ങോട്ട് കളഞ്ഞു. സ്വത്തൂന് ഐസാണേ വാങ്ങിച്ചത്, കളഞ്ഞു. എന്നിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ നല്ല കാറ്റാണ് കേട്ടോ. സ്വത്തൊക്കെ പാറിപ്പോകുമെന്ന് തോന്നി. എനിക്ക് പേടിയായിരുന്നു തനിച്ച് നടക്കാൻ വേണ്ടി. നമുക്ക് ഇവിടെ നിന്നും വിവേകാനന്ദ പാറ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. ഈ അറ്റത്തുനിന്ന് ഇവിടെ നിന്ന് മുതൽ നമുക്ക് ആ ഒരറ്റം വരെ ഇതാണ്ട് ആ ഒരറ്റം വരെയാണ് നമുക്ക് എത്തേണ്ടത്. ഇവിടം വരെ എത്തണം. അപ്പോൾ ഇതിലൂടെ വലിയ വലിയ കല്ലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ നടന്നിട്ട് വേണം പോവാൻ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിപ്പെട്ട് കുറച്ച് സമയം ഇവിടെ ഇരുന്നു കേട്ടോ. നല്ല വെയിലുണ്ട്, പക്ഷേ തിരമാല അടിക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വന്ന് തട്ടുമ്പോൾ നല്ല രസമായിരുന്നു. നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു. വെയിലാണെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു. കണ്ടോ, ഞങ്ങളിവിടെ കുറച്ച് സമയം ഇരുന്നു. കുറേ പേര് അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് മുതൽ ഇതുവരെ ഞങ്ങൾ 3 പേരും കൈ പിടിച്ചാണ് വന്നത്. കാരണം ഒറ്റയ്ക്ക് നടന്നു വന്നാൽ ചിലപ്പോൾ ഞാനും സ്വത്തും പറന്നു പോകും. ഇവിടെ ഞങ്ങൾ കുറേ സമയം ഇരുന്നു. കാരണം ഇനി അപ്പുറത്തോട്ട് കാഴ്ചകളുണ്ടോ എന്നറിയാത്തത് കൊണ്ട് കുറേ സമയം ഇവിടെ ഇരുന്നു. ഇതുകൊണ്ടോ ഈ കല്ലിലൂടെ വേണം നടന്ന് പോകാൻ വേണ്ടിയിട്ട് ആ അറ്റം വരെ എത്തണം. ഞാനും സ്വത്തും ബസാറിൻ്റെ കൈ വിട്ടതേ ഇല്ല കേട്ടോ. അപ്പുറം തൂങ്ങി പിടിച്ചിരുന്നേ. അതുവഴി നടന്ന് വേണം പോവാൻ. ഇനി അങ്ങ് ദൂരെ എത്തണം. എല്ലാവരും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് വിവേകാനന്ദ പാറയും തിരുവള്ളൂർ സ്റ്റാച്ചുവും ഒക്കെ. ഇവിടെ ഇരുന്ന് കാണുമ്പോഴൊരു പ്രത്യേക രസം തന്നെയാണ്. പക്ഷെ അടുത്ത് പോകാൻ പറ്റിയില്ല, അത് വലിയൊരു
സങ്കടമായിരുന്നേ. ഇനി ഒരിക്കൽ പോകണം, അകത്ത് കയറണം, വിവേകാനന്ദ പാറയുടെ അടുത്തൊക്കെ പോകണം, തിരുവല്ലൂർ സ്റ്റാച്ചു കാണണം. സ്വത്ത് എന്നോട് ഇങ്ങനെ യോഗ ചെയ്യുന്ന പോലെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതുപോലെ സ്വത്തുവിൻ്റെ ഒരു ആഗ്രഹമല്ലേ, അപ്പം ഞാൻ അതുപോലെ ഒന്ന് വെറുതെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് രസാട്ടിനെ എണീച്ച് നിൽക്കാൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്. അപ്പം ഞങ്ങളൊന്ന് എണീച്ച് നിന്ന്. പക്ഷെ ഭയങ്കര കാറ്റ് കാരണം കുറേ സമയമൊന്നും ഞാനും സ്വത്തും തനിച്ച് നിന്നില്ല. എനിക്കും ഭയങ്കര പേടിയായിരുന്നു, സ്വത്തുവിനും പേടിയായിരുന്നേ. പിന്നെ ഞങ്ങൾ ഇവിടെയാണ് കുറേ സമയം ഇരുന്നു ആദ്യം. പിന്നെ ബാക്കി ഇനി കാഴ്ചകളുണ്ടോ എന്ന് അറിയാതെ അതുകൊണ്ട് ഞങ്ങൾ കുറേ സമയം ഇവിടെ ഇരുന്നതാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ സ്വത്ത് കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇരുന്ന് കളിച്ചു. ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ഇരുന്നു. ഇവിടെയും കുറേ സമയം ഇരുന്നു. കാരണം ഇനി കാഴ്ചയൊന്നും ഇല്ലെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സ്വത്തുവിനാണെങ്കിൽ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. സ്വത്ത് ഇവിടെ നിന്ന് കുഞ്ഞു കുഞ്ഞു കക്കകളൊക്കെ പെറുക്കിയെടുത്ത് അതിന് ഫിഷ് ടാങ്കിലിടാൻ വേണ്ടി വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിറയെ പെറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എത്ര വെള്ളത്തിൽ കളിച്ചാലും എൻ്റെ സ്വത്തുവിന് മതിയാവുകയില്ല. കുറേ സമയം ആദ്യം പതിയെ പതിയെ പോവുകയുള്ളൂ. പിന്നെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറുകയില്ല. അത്ര ഇഷ്ടമാണ്. ഇവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, വിവേകാനന്ദ പാറയും സ്റ്റാച്ചു. ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് കന്യാകുമാരിയിൽ പോയത്. അപ്പോൾ ഇത് അന്ന് എടുത്തൊരു വീഡിയോ ആണ്. ഇതുവരെയൊക്കെ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ പറ്റിയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇവിടെ കന്യാകുമാരി എത്തിയപ്പോഴേക്കും ഒരു 11:30 കഴിഞ്ഞു. അങ്ങനെ ഇവിടെ എത്തി ക്ഷേത്രത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞപ്പോഴേക്കും നട അടയ്ക്കുകയും ചെയ്തു. എന്തോ ഭാഗ്യം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് തൊഴാനൊക്കെ പറ്റി. ഇവിടെ നിറയെ ബോട്ടുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിലൊരു ബോട്ട് ഇറക്കാൻ വേണ്ടി പോവാണ്. അവർ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് അതിലെ ആളുകൾ. അപ്പോൾ അത് ഇറക്കുന്നത് ട്രാക്ടർ കൊണ്ട് തള്ളുകയാണ് ചെയ്യുന്നത്. വലിച്ച് കെട്ടി തള്ളുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തള്ളി നീക്കിയിട്ട് അവരതാ ബോട്ട് തുഴഞ്ഞ് അങ്ങ് ദൂരെ തുഴഞ്ഞതാ പോണു. കുറച്ച് പേരൊക്കെ കയറിയിട്ടുണ്ട് അതിൽ. ഇനി അവർ മീൻ പിടിച്ചിട്ട് തിരിച്ചു വരും. അതുപോലെ അപ്പുറത്തെ സൈഡും ഉണ്ട് കേട്ടോ, വിവേകാനന്ദ പാറയുടെ അപ്പുറത്തെ സൈഡും. ആ സൈഡാണ് സ്വത്ത് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സൈഡിലും ബോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, ഇവിടെയാണ് സ്വത്ത് കുറേ സമയം വെള്ളത്തിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയായിരുന്നു സ്വത്ത് തനിച്ച് അവിടെ നിൽക്കണ്ടെന്ന്. അവൻ്റെ കാറ്റുണ്ട് കണ്ടോ, പറഞ്ഞിട്ടും സ്വത്ത് കേൾക്കണ്ട. പിന്നെ അവൻ്റെ കക്ക തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. കുറേ കക്കയൊക്കെ പെറുക്കി എടുത്തിട്ടുണ്ട്. അത് ഫിഷ് ടാങ്കിൽ കൊണ്ടുവന്ന് ഇടുകയും ചെയ്തു. ഗപ്പി ടാങ്കിലൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതുപോലെ ശംഖുമുഖം പോകുമ്പോഴും അതേ കുറേ കക്കയൊക്കെ പെറുക്കി കുഞ്ഞു കുഞ്ഞു കക്കകൾ പൊട്ടിയതൊക്കെ പെറുക്കിയിട്ട് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട് ഫിഷ് ടാങ്കിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്വത്തിവിടെ വെള്ളത്തിൽ കളിച്ച് കഴിഞ്ഞതിന് ശേഷം സ്വത്തുവിനെ ചെരുപ്പെടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ചെരുപ്പെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവഴി പോയതാണ്. ചെരുപ്പെടുത്ത് അങ്ങനെ വീട്ടിലോട്ട് പോകാനുള്ളൊരു പ്ലാനാണ് ഉണ്ടായിരുന്നത്. പക്ഷേ സ്വത്തുവിന് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടിയിൽ പോയിട്ട് സ്വത്തുവിൻ്റെ ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വത്തുവിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞു. കുറേ സമയം വെള്ളത്തിലൊക്കെ കളിച്ച് ഹാപ്പിയായി സ്വത്തു. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതാണ്. അങ്ങനെ ചെരുപ്പൊക്കെ എടുത്ത് വന്നിട്ട് ഇവിടം വെച്ച് ഞങ്ങൾ സ്വത്തുവിൻ്റെ ചെരുപ്പ് അവിടെ വെച്ചു. ചെരുപ്പ് മറന്ന് വെച്ചിട്ട് വീണ്ടും വന്ന് എടുത്തു ചേട്ടൻ. അങ്ങനെ ഞങ്ങളിവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് നിന്നപ്പോൾ ഞാൻ സ്വത്തുവിൻ്റെ ചെരുപ്പ് താഴെ വെച്ചു കേട്ടോ. ഇവിടെ വെച്ച് സ്വത്തുവിൻ്റെ ചെരുപ്പ് മറന്നു. വണ്ടി കയറാൻ വേണ്ടി എത്താറാകുമ്പോൾ അവിടെ നിന്നാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് ചെരുപ്പിൻ്റെ കാര്യം. പിന്നെയും ബസ്സേട്ടൻ വീണ്ടും ബാക്കിലോട്ട് തന്നെ തിരിച്ചു പോയിട്ട് ചെരുപ്പൊക്കെ എടുത്ത് വന്ന് സ്വത്തുവിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ. ഞങ്ങൾ കളിപ്പാട്ടം വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ടോ, അത് കാണുന്നത് അമ്പലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏത് കളിപ്പാട്ടം വാങ്ങിക്കണമെന്ന് അറിയാതെ സ്വത്ത് ഒരു പെൻസിലാണ് വാങ്ങിച്ചത്. അപ്പോൾ ലൈറ്റൊക്കെ കത്തുന്ന ഒരു പെൻസിൽ വാങ്ങിച്ചു. അതും വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും അമ്പലത്തിലൂടെ ഉള്ളിൽ തന്നെ കയറി. അപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. ഇതൊന്നും കാണാതെ ഞങ്ങൾ തിരിച്ചു പോവുമായിരുന്നു. ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തെ സൈഡൊക്കെ കുറേ സമയം വെള്ളത്തിലൊക്കെ കളിച്ച് അങ്ങനെ അവിടെ ഇരുന്നാണ് വന്നത്. അപ്പോഴേക്കും എന്താ ഉണ്ടോ സ്വത്തുവിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി വന്നു കേട്ടോ. ഇവിടെയും വെള്ളത്തിൽ കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ സ്റ്റെപ്പിൽ കൂടെ ഓടിച്ചാടി നടക്കുകയാണ്. സ്വത്ത് താഴോട്ട് ഇറങ്ങുന്നുണ്ട്, മുകളിലോട്ട് കയറുന്നുണ്ട്.
വിവേകാനന്ദ പാറയുടെ അടുത്ത് മാത്രം പോകാൻ പറ്റിയില്ല, ബോട്ടിംഗ് ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്നും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കണ്ടോ, പിന്നെ വീണ്ടും വെള്ളത്തിൽ കളി തുടങ്ങി സ്വത്തു. വെള്ളം കണ്ടാൽ പിന്നെ കടലിൽ പോയാൽ പിന്നെ കളിക്കാതെ വരാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. ഇപ്പോഴേക്കും 5 മണിയൊക്കെ ആയി. ഇതിൽ കൂടെ ഓടിച്ചാടി നടക്കുകയാണ്. പിന്നെ വീണ്ടും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം തപ്പി നടക്കുകയാണ്. സ്വത്തുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ വെള്ളത്തിൽ ഇറങ്ങണോ ഇറങ്ങണ്ടയോ എന്ന് പറഞ്ഞിട്ട് സ്വത്ത് നിൽക്കുകയാണ്. എന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് സമയം ഇവിടെ വെള്ളത്തിലിറങ്ങി കളിച്ചു. 5:30 ആയി കേട്ടോ. കണ്ടോ, നല്ല തിരയൊക്കെ വരുന്നുണ്ട്. ഇവിടെ പിന്നെ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അതിലോട്ടൊക്കെയാണ് തിര അടിച്ച് കയറുന്നത്. ഇവിടെ കളിക്കാനും നല്ല രസമാണ്. കുറേ പേര് ഇവിടെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഇവിടെയും കുറേ സമയം ചിലവഴിച്ച് വെള്ളത്തിലൊക്കെ കളിച്ച് അവിടെ നിന്നും കയറി തിരിച്ചു മുന്നോട്ട് തന്നെ നടന്നു. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നടന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് നടന്നതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ എത്തിപ്പെട്ടത് ഇവിടെയാണ്, വ്യൂ ടവറിൻ്റെ അവിടെയാണ്. കണ്ടോ, വ്യൂ ടവറാണ്. അപ്പോൾ ഇവിടെ കയറിയില്ല, ടിക്കറ്റ് എടുക്കണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിവിടെ കയറിയില്ല. സന്ധ്യാസമയമൊക്കെ ആവാറായി. അപ്പോൾ വീണ്ടും തിരിച്ച് തന്നെ പോന്നു. ടവറിൽ കയറാതെ തിരിച്ച് മുന്നോട്ട് തന്നെ നടന്നു. കുറേ സാധനങ്ങളെല്ലാം അവിടെ വിൽക്കാനെല്ലാം വെച്ചിട്ടുണ്ട്. ഡ്രസ്സ്, മാല, അങ്ങനെ കുറേ സാധനങ്ങൾ, ബാഗ് പറഞ്ഞ സാധനങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നും ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. തിരിച്ച് വണ്ടിയുടെ അടുത്ത് വണ്ടി കയറാൻ വേണ്ടി പോവാൻ വേണ്ടി നടക്കുകയാണ്. ഒരു പെൻസിൽ കിട്ടിയതും സ്വത്ത് ഹാപ്പിയായി. അവന് ഡ്രോയിങ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പെൻസിലിൽ ലൈറ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്വത്തുവിനെ ആകർഷിച്ചത്. വേറൊന്നും വേണമെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ വേറൊന്നും വാങ്ങിച്ചുമില്ല. അങ്ങനെ പെൻസിലാണ് വാങ്ങിച്ചത്. ദാ ഇവിടെ കണ്ടോ, വെള്ളച്ചാട്ടം, താങ്ക് യു, വിസിറ്റ് അഗെയിൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി കുറച്ച് അപ്പുറത്താണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ വണ്ടിയുടെ അടുത്തോട്ട് പോവുകയാണ്. ഇതാണ് കേട്ടോ സ്വത്തുവിൻ്റെ പെൻസിൽ, ലൈറ്റുള്ള പെൻസിലാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു, കാണാൻ പറ്റി, തൊഴാൻ പറ്റി. ഇനി വിവേകാനന്ദ പാറയുടെ അടുത്തോട്ട് കൂടി പോകണം. അതിന് വേറൊരു ദിവസം കൂടി വരണം. അങ്ങനെ നമ്മൾ വണ്ടിയുടെ അടുത്തെത്തിയിട്ടോ. വണ്ടിയുടെ അടുത്തെത്തിയപ്പോഴാണ് വണ്ടി ബാക്കിയുള്ള വണ്ടികൾക്കിടയിൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള വണ്ടി മാറ്റിയാലേ നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ ഡ്രൈവർ ചേട്ടനെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ മാറ്റി പോവാണ്. ബായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.